ഹലോ മുത്തുമണികളെ, ഇന്ന് ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ ഇന്ന് പൊങ്കാല എന്ന് പറയുന്നത് ആർക്കാണ്? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ആളുകൾക്കാണ്. പൊങ്കാലയൊന്നും അല്ലടാ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ നല്ല വാക്കുകൾ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ ഇന്ന് നമ്മളെ ശ്രീജയുടെ ഒരു വീഡിയോയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ആണോ ലൈവ് ആണോ എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും പുള്ളിക്കാരി എന്നെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് നിങ്ങളോട് വൈരാഗ്യപൂർവം സംസാരിക്കുന്ന ഒരു കാര്യമല്ല. എന്നാൽ നിങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യവുമല്ല. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അത് നമുക്ക് പോവില്ല. ചില ആളുകൾ നമ്മളെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടുന്ന ഒരു അക്രമമുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മൾ വാങ്ങിച്ച ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു വീട്, പിന്നെ എവിടെ നിന്നോ വന്ന ഒരു കൂതറ, ഒരു തെണ്ടി, ഒരു അലവിലാതി വന്ന് നമ്മളെ വീട് അടിച്ചു പൊട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യും? അവരെ ഒന്നുകിൽ അടിച്ച് റൊട്ടിയാക്കും, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവനെ പണ്ടാരടക്കിക്കൊള്ളും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ റിലേഷനുകളൊക്കെ വളരെ അപ്പൊ പറയും, നിങ്ങൾ പറയും എല്ലാവരും അവരവരുടെ റിലേഷൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അങ്ങനെയല്ല. എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് വളരെ ചുരുക്കം ചില ആളുകളുമായിട്ട് മാത്രം ബന്ധം നിലനിർത്തുന്ന ഒരാളാണ് ഞാൻ. അതായത് എനിക്ക് തെറ്റ് എന്ന് തോന്നുന്ന ഒരു ഭാഗം വരുമ്പോ, അല്ലെങ്കിൽ എന്നെ ഒരാൾ ചതിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്ന ഒരു സമയം വരുമ്പോ ഞാൻ അവരോട് മത്സരിക്കാൻ നിൽക്കൂല. ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവും. പിന്നെയും അവരെന്നെ പിന്തുടർന്ന് ആക്രമിച്ചാൽ മാത്രമേ ഞാൻ അവരെ ആക്രമിക്കാറുള്ളൂ. അക്രമം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും മനുഷ്യരല്ലേ. മനുഷ്യരായവരെല്ലാം തന്നെ പ്രതിരോധം തീർക്കും. അപ്പോ ഞാൻ എന്താണ് പറയാൻ വേണ്ടിയിട്ട് വരുന്നത്? ഇത് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഒരു ഗ്രാഹ്യമില്ല. കാരണം ഞാൻ 1.5 വർഷമായി ഞാൻ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അനുഭവിച്ചു എന്നതിലുപരി എന്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ചു എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്നതും എനിക്ക് മറക്കാനാവാത്തതുമായ ചില സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്റെ വെർഷനില് ഞാൻ അനുഭവിച്ചത് എന്ന് പറയുന്നത് അത് എന്റെ അനുഭവമാണ്. അതിന് എങ്ങനെ പകരം വീട്ടണം എന്നുള്ളത് അത് ഞാനാണ് തീരുമാനിക്കുന്നത്. എന്റെ ശരി നിങ്ങൾ അളക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടുമാണ് നിങ്ങൾ അത് അളക്കുകയും പിന്നെ കാണുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വെർഷൻ ഉണ്ട് എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ വെർഷനിൽ കൂടി ഇത് കാണുമ്പോൾ ഇതില് നിരപരാധിയായ എന്റെ അമ്മ ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും സ്ട്രോക്ക് വന്നേക്കാവുന്ന എന്റെ ഭർത്താവ്, പിന്നെ അതുപോലെ തന്നെ എന്റെ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞു മകൻ, ഇവരൊക്കെ എന്റെ മോനിത് മനസ്സിലാകുന്ന ഒരു പ്രായം ആയില്ല എങ്കിൽ എന്റെ മൂത്ത മകൾക്ക് 17 വയസ്സായി, 18 ഈ മെയ് ആവുമ്പോ 18 വയസ്സാവുന്നു. അപ്പൊ എന്റെ മക്കൾ ഒക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്തതായത് കൊണ്ട് തന്നെ എനിക്ക് ഇത് പൊതു മീഡിയ വഴി തന്നെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അത് എന്റെ ഒരു നിലപാട് അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പറഞ്ഞ് ബലിപ്പിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ മനസ്സിലാക്ക്. എനിക്കത് ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിനെ എന്തുകൊണ്ട് ഞാൻ പിന്തുടരുന്നു എന്നുള്ളതിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെയൊക്കെ പോലെ കമന്റ് ഇട്ടുകൊണ്ട് പോയ ഒരു വ്യക്തിയാണ്. എന്നെ നല്ല സുന്ദരമായിട്ട് ഇവരൊന്ന് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിക്ക് ഉത്തരമായി പിറ്റേ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് താഴെ എത്ര പേര് കമന്റ് ഇടുന്നു, നെഗറ്റീവ് കമന്റ്.
ഞാൻ അവിടെ നിങ്ങൾക്കൊരു കമന്റ് തിരിച്ച് റിപ്ലൈ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ വീണ്ടും വന്ന് കമന്റ് ഇട്ടാൽ അതിന് ഞാൻ മറുപടി പറയും, ഞാൻ പോകും. പക്ഷെ ഈ പെണ്ണുമ്പിള്ള ചെയ്തത് അങ്ങനെ അല്ല. ഈ പെണ്ണുമ്പിള്ള ചെയ്തത് എന്ന് പറയുന്നത് എന്റെ വാ അടയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവരുടെ പിന്നാലെ പോകരുത്, ഇവരുടെ കളവ്. ഫസ്റ്റ് തന്നെ ഞാൻ ഇവരെ കുറിച്ച് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇവർ ചെയ്ത ചാരിറ്റിയെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പം പിന്നെ ഇവര് ചെയ്തിട്ടുള്ള അത് മാത്രമല്ല, എന്റെ ആദ്യത്തെ ഇവരുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവർ ചെയ്ത ചാരിറ്റിയും അതുപോലെ ഇവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് ഇവരുടെ മകളെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം ചെയ്തത്. ഇവര് എന്റെ പിന്നെ ഞാൻ രണ്ടാമത് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്റെ കമന്റ് ഇടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ കൃത്യമായി മൂന്നാമത്തെ വീഡിയോ മുതൽ ഇവരെന്നെ തിരിച്ചാക്രമിച്ചു തുടങ്ങി എന്നുള്ളത്. തിരിച്ചാക്രമിക്കുക എന്ന് പറയുന്നത് ഒരു നോർമലായ ഒരു രീതിയിലല്ല. എന്നെ ഫോളോ ചെയ്യുന്ന ആ കാലം മുതൽ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. ഇതില് യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ സുഹൃത്തുക്കളെ വരെ ഇവർ പിന്തുടർന്നു. എന്റെ സുഹൃത്തുക്കളെ പിന്തുടരുക എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു വിഷയത്തില് സത്യത്തിൽ എനിക്ക് യാതൊരുവിധ നഷ്ടവും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് എന്നെ ഭയങ്കര വിശ്വാസമുള്ളതും ഭയങ്കര സ്നേഹം, ഞങ്ങൾ ലവബിൾ ആയിട്ടുള്ള ഒരു കപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫിൽ ഒരാൾക്കും ഒരു തെറ്റിദ്ധാരണ പരത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്റെ മക്കളായിരുന്നാലും ഞങ്ങളൊരു സമൂഹത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പം എന്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു വിധത്തിലുള്ള പോറലുകളും പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ പോറല് പറ്റിയ 2 വ്യക്തികളുണ്ട്. ഒന്ന് ഐഷ നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവള് എന്നെ ആക്രമിക്കുന്നത് കണ്ട് അതില് സഹതാപം മൂത്ത് വീഡിയോകൾ ചെയ്ത് പ്രത്യക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിയെ ഇവർ പിന്തുടർന്ന് ആക്രമിച്ചത് ചില്ലറയായ ഒരു രീതിയിലല്ല. ഈ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ധരിക്കും. പക്ഷെ മറ്റുള്ളവന്റെ പൈസ തട്ടാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗ്യാങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്കാരാണ്. എന്താ മാഫിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു ഗ്യാങ് ആൾക്കാരുള്ള ഒരു സംഭവമാണ്. ഈ ഗ്യാങ് പൊളിഞ്ഞത് എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയം മുതലാണ്. ഇവരൊരു വലിയ ഒരു ഗ്യാങ് ആയിട്ട് കുറെ സഹായം, അതായത് ഇവരുടെ ലൈവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ചില പ്രത്യേക ഐഡികളിൽ കൂടി വന്നിട്ട് ഇവർക്ക് സഹായ വാഗ്ദാനം ചെയ്യും, ഇവർക്ക് സൂപ്പർ ചാറ്റുകൾ ഇടും, ഇവർക്ക് പൈസ കൊടുക്കുന്നതായിട്ട് അവർ തന്നെ പറയും. അങ്ങനെ ഇവരിലേക്ക് പൈസ എത്തുന്ന ഒരു രീതി. അതുപോലെ തന്നെ ഇവർ ചെയ്തിട്ടുള്ള ചാരിറ്റി വീഡിയോകളുടെ അടിയിൽ നോക്കിയാൽ ഒരു പർട്ടിക്കുലർ ആളുകൾ വന്നിട്ട് അയ്യോ പാവം ഇവർക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കും, അയ്യോ കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ മാത്രം. അതായത് ഇതൊരു ഗ്യാങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു ഗ്യാങ് സംഭവം പൊളിഞ്ഞു പോയത് എന്ന് പറയുന്നത് ഞാൻ വീഡിയോ ചെയ്ത് പബ്ലിക്കിൽ എത്തിയതിനു ശേഷമാണ്. അപ്പൊ നിങ്ങൾ പറയും നിങ്ങളെന്തോ നിങ്ങളെ തന്നെ സ്വയം പൊക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അതോടുകൂടി ഈ ഗ്യാങ് പൊളിഞ്ഞ് 4 ദിക്കിന് പോയിട്ടുണ്ടായിരുന്നു. 4 ദിക്കിന് പോയിട്ട് ഇന്നും അവർക്ക് ആ പൊളിഞ്ഞു പോയ ആ ഒരു സംഭവം ഇവർക്ക് കൂട്ടിയിണക്കാൻ സാധിക്കുന്നില്ല. ഇത് കൂട്ടിയിണക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? ഞാനിങ്ങനെ നിരന്തരം വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ നിരന്തരം വീഡിയോകൾ എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പച്ചയിറച്ചി തിന്നുന്നു എന്ന്. അത് മാത്രമല്ല, ഞാൻ ഈ ഒരു പുള്ളിക്കാരിയുടെ കണ്ടന്റ് ആണ് ഞാൻ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ കണ്ടന്റ് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ എന്ത് കണ്ടന്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരണം. കാരണം ഇവര് പൊതുജനങ്ങളോട് പറയുന്ന കള്ളങ്ങൾ, ഈ കള്ളങ്ങളാണ് ഞാൻ പൊളിക്കുന്നത്. ഈ ലാസ്റ്റുള്ള സംഭവം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഒരു സുപ്രഭാതത്തിൽ ഇവര് വന്നിട്ട് പറയുന്നു അയ്യോ എന്നെ അടിച്ചു, എന്നെ കൈ ഇങ്ങനെ ആക്കി, എന്റെ വയറ് പുളുപുളുകുന്നു, എന്നെ ഇങ്ങനെ അടിച്ച് എന്നെ നാശമാക്കി, എന്റെ മക്കൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വീഡിയോ ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്നു അവന് ഭയങ്കര പുഴുത്ത നാറ്റമാണ്, എനിക്ക് വേണ്ട. പിന്നെ അവന്റെ ഫോണെന്ന് പറയുന്ന എന്റെ ഫോണാണ്, ആ ഫോണും കൊണ്ടവൻ പോയി, എന്റെ കാറും കൊണ്ടവൻ പോയി, എന്റെ
ബൈക്കും കൊണ്ടവൻ പോയി എന്നൊക്കെ പറയുന്ന ഇവര് ലൈവുകളിലൊക്കെ വന്നിട്ട് പറയും എനിക്ക് എനിക്ക് പിന്നെ ആരും സഹായിക്കാനില്ല, എനിക്ക് അങ്ങനെ ചെയ്യാനില്ല, എനിക്ക് ഇങ്ങനെ എന്നെ ആരും സഹായിക്കാനില്ല എന്നൊക്കെ പറയുന്ന ഇവര് എനിക്ക് ഭർത്താവിന്റെ കെയർ കിട്ടേണ്ടുന്ന ആളാണ് ഞാൻ, എന്നിട്ടും ഇക്കാക്കമാര് കേൾക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് ഇവര് വരുമ്പോ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. കാരണം ആ സ്ത്രീ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. ഇത് അനുഭവിച്ച വ്യക്തി ഞാനല്ലേ. അപ്പൊ ഇങ്ങനെ പറയുന്ന ഇവര് സ്ഥിരം ലൈവുകളിൽ വന്നിട്ട് ഞാൻ എന്റെ ഷാനിനെ കാണാറ് പോലുമില്ല, അവനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഞാൻ ഫോണിൽ കൂടി അവനെ അവനോട് സംസാരിക്കുക ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഇതേ ഇവര് വന്നിട്ട് തുമ്മിയതും തുമിച്ചതും വരെ, അതായത് എനിക്ക് നാളെ ടെസ്റ്റാണ്, എനിക്ക് നാളെ പിന്നെ എന്തോന്നാ ആശുപത്രിയിൽ പോകണം, ഇന്ന ഡോക്ടറാണ്, ഇന്ന പിന്നെ ആശുപത്രിയാണ്, എനിക്ക് പിന്നെ ഇവിടെ കാണിക്കണം, അവിടെ കാണിക്കണം, ഞാൻ അവിടെ പോയി, എന്നിട്ട് അവിടെ പോയിട്ട് ഞാൻ പിന്നെ ബാത്റൂമിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹോട്ടലിൽ പോയി തിന്നാൻ വേണ്ടിയിട്ട് പോയി, ഞാൻ തിരിച്ചു വന്നു മക്കളെ, ഞാൻ അങ്ങനെ ആക്കി മക്കളെ, ഇങ്ങനെ ആക്കി മക്കളെ എന്ന് പറയുന്ന നിരന്തരം വന്ന് പറയുന്ന ഇവര് ഈ പറയുന്നതിന്റെ തൊട്ടു മുമ്പ് പോലും ഇവരുടെ ഈ കാമുകനെ കണ്ട് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവര് ഈ ആശുപത്രിയിൽ പോകുമ്പോഴും വന്നിട്ട് ലൈവോ ഷോർട്സോ ഇട്ടിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഈ ആശുപത്രിയിൽ പോകുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ് ആശുപത്രിയിൽ പോകുന്നത് എന്ന് പറഞ്ഞ് പോകുന്ന ഇവരെ കാണുന്നിടത്ത് വെച്ച് ആളുകൾ എന്നോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല ഇത്ത ദാ ഇവര് ഇങ്ങനെയാണ്, ദാ ഷാനിന്റെ കൂടെ ഇരുന്നിട്ട് അവിടെ ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുള്ള ഇവരുടെ ആശുപത്രിയിൽ പോകുന്ന വീഡിയോ എടുത്ത് നോക്ക്, അതിൽ ഇവരൊരു ഷോർട്സ് ചെയ്യുന്നുണ്ട്. അതായത് ആശുപത്രിയിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് പോയി, സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വന്ന് ഇവര് ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്കാൻ റിപ്പോർട്ട് ഇങ്ങനെയാണ് കേട്ടോ, ഇവരെ മോളെയും കൊണ്ട് പോയതല്ല, അല്ലാതെ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തോ ഒരു ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് പോയിട്ട് ടെസ്റ്റ് കിട്ടി കേട്ടോ, ഇങ്ങനെ കിട്ടി കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് വെക്കുന്നില്ലേ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ പുള്ളിക്കാരനുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും ലൈവിൽ വന്നിട്ട് ഇവര് പറയുന്നത് എന്തോന്നാണ്, അയ്യോ ഇല്ല ഞാൻ കണ്ടിട്ട് എത്രയോ ദിവസമായി, പിന്നെ ഡോക്ടറിനെ ഇവൻ വിളിച്ചാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്, ഇവന് ഭയങ്കര വാനാറ്റമാണ്, ഇവനെ സഹിക്കാൻ പറ്റൂല, ഈ നാറ്റങ്ങളൊന്നും എനിക്ക് സഹിക്കാൻ പറ്റൂല, എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് വരുന്നവര്. എനിക്ക് തരാൻ ആരും ഇല്ല, എനിക്ക് ആരും തരാനില്ല, നിങ്ങൾ സൂപ്പർ ചാറ്റ് ചെയ്യും മക്കളെ, സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നത് അത് യൂട്യൂബ് തന്നെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പിന്നെ ഓപ്ഷനാണ്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അത് ചെയ്യുന്ന തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനവര് കാണിക്കുന്ന ഒരു കാരണമുണ്ടല്ലോ, എനിക്ക് ആരും ഇല്ല, ഞാൻ ദരിദ്രയാണ്, ഇതേ ഇവർ തന്നെയാണ് വന്നിട്ട് പറഞ്ഞത്, പിന്നെ ഇവർക്ക് എന്റെ ഒരു ബ്രദർ കൊടുത്ത പൈസ അദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ട് എന്റെ ലൈവിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇവര് ചെയ്ത വീഡിയോയിൽ ലൈവിലും പറയുന്നത്, അവനേക്കാൾ ഞാൻ ഭയങ്കര ഉയരത്തിലാണ്, ഞാൻ അങ്ങ് ഭയങ്കര ഉയരത്തിലാണ്, എനിക്ക് ഇവൻ തരേണ്ട കാര്യമൊന്നും ഇല്ല, ഞാൻ അവന്റെ പൈസ കൊടുക്കും, അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും എന്നൊക്കെ പറയുന്ന ഇവള് ഇപ്പോഴും വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവള് ദരിദ്രയാണ്, ഇവർക്ക് സ്വർണ്ണം ഇല്ല, ഇവർക്ക് പണം ഇല്ല, അവർക്ക് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കബളിപ്പിക്കുന്നത് എന്തിനാണ്? എനിക്കിതൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് ജോലിക്ക് പോകാൻ നിവർത്തിയില്ല, ഞാൻ ഇങ്ങനെ ഒരു ദരിദ്ര അവസ്ഥയിലാണെന്ന് സത്യം പറയേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതിപ്പോ എന്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് അവർ ചെയ്യേണ്ടുന്ന കാര്യമൊന്നും ഇല്ല, അവരുടെ ഒരു നേച്ചറാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഇവരെ കാണുന്ന പുതിയ ആളുകളെ ഇവരെ വിശ്വസിച്ചു, അയ്യോ ഗർഭിണിയായ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, അവൾക്ക് ചെലവിന് കൊടുക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളവ് പറയുന്നത് അത് കളവല്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇന്നലെ തന്നെ അവര് ഒന്നിച്ച് ഒരു സ്ഥലത്ത് പോയി. ഈ സ്ഥലത്ത് പോയി എന്റെ ഒറിജിനൽ വെർഷൻ ഞാൻ പറഞ്ഞു തരാം. എന്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട്. അതായത് ഈ പുള്ളിക്കാരൻ ഈ കൂൾ ബാറിന്റെ പുറത്ത് കള്ളു കുടിച്ച് നല്ല ബൂസായിട്ടിരിക്കുകയാണ്. ഈ കൂൾ ബാറിന്റെ പുറത്ത് അവൻ ചാരി നിൽക്കുന്നു. അപ്പം അവിടെ എല്ലാരും വരികയും പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്, സ്വാഭാവികമായിട്ട് അയാൾ അവിടെ നിൽക്കുന്നത് എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇവര് വാപ്പയും മോളും കൂടി നടന്നു വരുമ്പോ ഇവൻ അവിടെ ഇരുന്നുകൊണ്ട് കണ്ണ് കാണിക്കുകയാണ്, അകത്ത് പോ എന്ന് പറഞ്ഞ് കണ്ണ് കാണിക്കുകയാണ്. ഇവിടെ ഭർത്താവെന്ന് അവള് തന്നെ പറയുന്നു. അപ്പൊ ഭർത്താവിന്റെ അടുത്ത് പരസ്യമായി സംസാരിക്കുന്നതിന് എന്താണ്?
അപ്പൊ ഈ ആശുപത്രി പോകുന്നു എന്ന് നിങ്ങളടുത്തൊക്കെ പറയുന്ന ഒരു വ്യക്തി, ആശുപത്രിയിൽ പോകുന്ന കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി, ഇവനെ കുറിച്ചുള്ള എല്ലാ വൃത്തികേടുകളും വന്ന് പറയുന്ന, ഇവന്റെ വാനാർന്ന്, ഇവന്റെ ദേഹം നാർന്ന്, ഇവന്റെ മച്ചടം നാർന്ന് എന്നുള്ളത് വരെ വന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് എന്റെ സ്വർണം പണയം വെച്ചു, എന്റെ സ്വർണം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷാനിനെ കാണാൻ വേണ്ടിയിട്ട് നാളെ പോവുകയാണ്, എന്റെ കൂടെ എന്റെ വാപ്പയുണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് പറയുന്നില്ല? അവിടെ തന്നെ നിങ്ങളൊന്ന് ആലോചിക്കണം. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, ഈ പെയ്ഡ് പ്രൊമോഷൻ പോകുന്ന എന്ന് പറഞ്ഞ് പോയ ഈ വ്യക്തിയും ഇവളുടെ വാപ്പയുമാണ് അന്നും പോയത്. അന്നും ഇവര് വേറൊരു സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടവരുണ്ട്. അപ്പോ അങ്ങനെ എന്തിന് കളവുകൾ പറയുന്നു എന്നുള്ളത്. അപ്പൊ അകത്തു പോ എന്ന് പറഞ്ഞിട്ട് ഇവൻ അതിന്റെ പിന്നാലെ പോയിട്ട്, എടാ നിങ്ങൾക്ക് പരസ്യമായിട്ട് സംസാരിച്ചൂടെ, നീ എന്നെ പറയുന്നത് നിന്റെ ഭർത്താവാണ്, എന്നാൽ പരസ്യമായിട്ട് സംസാരിച്ചൂടെ? ഈ തലേ ദിവസം ഇവനെ കാണാൻ പോയ ഈ വ്യക്തി വന്നിട്ട് ലൈവ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പൊ അത് കളവല്ലേ? ഇന്നലെ ഞാൻ അത് പറഞ്ഞത് കൊണ്ട് മാത്രം വന്നിരുന്നു, എന്റെ ഭർത്താവാണടി എന്ന് പറഞ്ഞ ഇവള് അതിന് തൊട്ടു മുമ്പ് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. ചുമയില്ല എടി, നിന്റെ ഭർത്താവിനെ ഞാൻ തട്ടിയെടുത്തതല്ലടി, നിന്റെ ഭർത്താവിനെ അവൻ അങ്ങനെ ചെയ്തതാണടി എന്ന് പറയുന്നുണ്ട്. ഇത് ഇവിടെ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ പുള്ളിക്കാരിയുടെ പിന്നാലെ ഞാൻ പോകുന്നതിന്റെ റീസൺ, ഈ പുള്ളിക്കാരിയെ ഞാൻ റിയാക്ട് ചെയ്ത് തുടങ്ങി ഒരു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരിയാൽ അഫക്റ്റഡ് ആയിട്ടുള്ള ചില ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു സോഷ്യൽ മീഡിയ സ്വന്തമായി ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരത്തെ ഒരു ഹണി ട്രാപ്പ് പോലെ പലരെയും അങ്ങോട്ട് വിളിച്ച് ഇവർ പൈസ ചോദിക്കുന്നു. പിന്നെ അങ്ങനെ പൈസ കൊടുക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ ഫോട്ടോ ഇവൾ പബ്ലിക് ആക്കുന്നു. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഇവളുടെ കല്യാണം എന്ന് പറയുന്ന ആ ഒരു പ്രഹസനം നടക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇവൾ ഒരു പുള്ളിക്കാരന്റെ ഫോട്ടോ പബ്ലിക് ആക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഇവളുടെ കമന്റ് ബോക്സിലോ ഇവളെ കോൾ ചെയ്യുക എന്തോ ചെയ്ത ഒരു വ്യക്തിനെ കുറിച്ച് ആ പുള്ളിക്കാരന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് പോയി നിങ്ങളൊന്ന് നോക്ക്. അതായത് ഇവളുടെ വീടിന്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞ് ഇവൾ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണത്. ആ പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഇവളുടെ വീടിന്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ അങ്ങോട്ട് വിളിച്ച് പണം ആവശ്യപ്പെട്ട ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇവളെ എന്തിനോ വിളിക്കുകയോ എന്തോ കമന്റോ ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ പബ്ലിക്കായിട്ട് കൊണ്ടുവന്ന് നാറ്റിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്ക്. അപ്പൊ ഇങ്ങനെ നാറ്റിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം ഹണി ട്രാപ്പ് നടത്തുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. അപ്പൊ ഈ ഒരു ട്രാപ്പില് നിങ്ങൾ ആരും ചെന്ന് വീണ് പോകരുതേ. ഇത്തരം സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണേ. എന്റെ ലൈഫിലും ഞാനും ഇതുപോലൊരു ഇവരുടെ ഒരു ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവരെ വിടാതെ പിന്തുടരുന്നത്, എനിക്ക് ഈ ഒരു വീഡിയോകൾ ഞാൻ ചെയ്തപ്പോ യാതൊരു തെറ്റും ചെയ്യാത്ത എന്റെ അമ്മയെ എനിക്കല്ലേ അറിയൂ എന്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത് എന്നുള്ളത്. അപ്പൊ അവരുടെ കഷ്ടപ്പാടിനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് പിഴച്ചു പെറ്റു എന്ന ഒരു വാക്കുകൊണ്ട് ഇല്ലാതാക്കാൻ ഒരു തേയില മക്കളെയും ഞാൻ വിടൂല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് പിന്നെ ഇനി ഒരു മനസ്സിന് വിഷമം അത് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പിഴച്ച തള്ളേരടുത്ത് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ ഒരു കാര്യം ഞാൻ പറഞ്ഞത്. ഡോക്ടർമാർ എന്നോട് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടേഴ്സ് എന്നോട് ഈ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇവർ അങ്ങനെ ഒരു സംഭവം എന്റെ ഭർത്താവിന് സംഭവിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവം എന്റെ ഒരു റിലേഷനെ മനഃപൂർവം മോശമായി ചിത്രീകരിക്കുകയും ഞങ്ങളുടെ ഫാമിലികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയും ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? ഈ തേയില മോൾക്ക് വേണ്ടിയിട്ട്. അതായത് ഇവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ചാരിറ്റി തട്ടിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്ത്
പബ്ലിക് ആക്കുന്നു, ഈ കാര്യങ്ങൾ ഞാൻ പബ്ലിക് ആക്കുന്നു, അപ്പോൾ ജനങ്ങൾ എന്നെ വിശ്വസിക്കും എന്നുള്ള ഒരു തെറ്റായ ധാരണയായിരിക്കാം. ജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ബുദ്ധിയും വിവേകവും വിവേചന ബുദ്ധിയും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് കൊണ്ട് അവരത് വിശ്വസിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ പിന്നെ തെളിവുകളോടെ അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പൊ പിന്നെ അന്ധമായി വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുമുണ്ട്. അതായത് യൂട്യൂബ് ചാനലിൽ കൂടി വന്ന് പറയുന്ന എന്ത് പൊട്ടത്തരവും അങ്ങനെ തന്നെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ചില അന്ധം ഫാൻസുകളും ഉണ്ട്. ഞാൻ പറയുന്നത് അന്ധം ഫാൻസിന്റെ കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പിന്നെ ഈ മനഃപൂർവ്വം എന്റെ ഭർത്താവിനെ വീണ്ടും ഒരു രോഗിയാക്കാൻ വേണ്ടി ഇവർ മനഃപൂർവ്വം ശ്രമിച്ചു. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ നിന്നും മായുന്നതല്ല. ഇത് മാത്രമല്ല, ഞാൻ എന്റെ ഒരു ജീവിത കഥ, എന്റെ മോൻ എങ്ങനെ ജനിച്ചു എന്നുള്ള ഒരു കഥ ഞാൻ എന്റെ ഫസ്റ്റത്തെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുത്തോണ്ട് പോയി ഒരു ആണും പെണ്ണും കേട്ട ഒരു ജന്തുവിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവള് പറഞ്ഞു കൊടുത്ത് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കുഞ്ഞ് എന്റെ ഭർത്താവിൻ്റെതല്ല എന്ന് പറയുന്നത്. ഇപ്പോ ശ്രീജ ഇന്നലെ ചെയ്ത ഒരു വീഡിയോയില് ശ്രീജ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ അവൾ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഇല്ല മോളെ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല മോളെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആ കഷ്ടപ്പാടിനെ, എന്റെ ആ ബുദ്ധിമുട്ടിനെ, എന്റെ ആ വേദന നിങ്ങളിപ്പോ കാണുന്നില്ലേ? ഈ ഒരു പ്രഗ്നന്റ് ആകുന്ന ഒരവസ്ഥ വളരെ പാടുള്ള കാര്യമാണെന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പാടുള്ള ഒരവസ്ഥയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ഒരാളിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആ ഒരു ടൈമിലും എനിക്ക് പരിഗണന കിട്ടേണ്ടുന്ന ഒരു സമയത്തും ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും എന്റെ ഭർത്താവിനെയും ഒക്കെ ഒരാളുടെ മുന്നിലും കൈനീട്ടാൻ വേണ്ടിയിട്ട് അനുവദിക്കാതെ അവരെ ചേർത്ത് നിർത്തി ഞാൻ അവരെ പോറ്റി എന്നുള്ളത്. ആ എന്റെ ഒരു സ്ട്രഗിളിന് വെറും നിസ്സാരമായിട്ടൊരു വ്യഭിചാരം അല്ലെങ്കിൽ എന്റെ ഒരു പിന്നെ അവിഹിതം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് എന്റെ മകനെ ഒരു അവിഹിത സന്തതിയായി ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച ഈ സ്ത്രീ മറ്റുള്ളവന്റെ പണം കൊണ്ട് സുഖലോലുപയായി ജീവിക്കാൻ, വഴിവിട്ട ബന്ധങ്ങളിലൂടെ സുഖലോലുപതയായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് എന്റെ കയ്യിൽ തെളിവുകളുണ്ട്. എന്റെ കയ്യിൽ വ്യക്തമായ എവിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ധൈര്യപൂർവ്വം ഇവിടെ വന്ന് ഈ ഒരു കാര്യം പറയുന്നത് തന്നെ. അപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഇവർ കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള, എന്തിനധികം പറയുന്ന എന്റെ ബന്ധങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ ശ്രമിക്കുക മാത്രമല്ല, ഒരു പരിധി വരെ ഞങ്ങളുടെ ആ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഇവര് ചെയ്ത ചെയ്തികൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ പകരം വീട്ടേണ്ടത് ഞാൻ തന്നെയല്ലേ മോളെ? ഇതിനൊക്കെ പകരം വീട്ടേണ്ടത് ഞാൻ തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ വീഡിയോകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവര് ചെയ്യാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് അല്ലല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് ചെയ്യാത്ത അല്ലെങ്കിൽ അവരെ നിരന്തരം വേട്ടയാടുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ഇവര് പറയാത്ത അല്ലെങ്കിൽ ഇവര് ചെയ്യാത്ത, ഇവര് നിരപരാധിയായ ഒരു കാര്യത്തിന് ഞാൻ ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി പറയുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ അതാണ് കാര്യം. നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ ഇഷ്ടമുള്ളവര് അംഗീകരിച്ചാൽ മതി, ഇഷ്ടമില്ലാത്തവര് വിട്ടുപൊക്കോടെ. എനിക്ക് എന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നത്. ഞാൻ അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്റെ ഈ ഒരു മീഡിയ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ന്യായമല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം പോലും ഞാൻ ചെയ്യുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പും വിശ്വാസവുമുണ്ട്. നിങ്ങൾ എന്നെ വിമർശിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ വന്ന് എന്നെ തെറി വിളിക്കുന്ന ആളുകൾക്ക് ഒന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക. ഞാൻ അനുഭവിച്ച കാര്യത്തിന് പകരം വീട്ടേണ്ടത് ഞാനല്ലാതെ പിന്നെ ആരാണ്? അതെനിക്ക് മറന്നു പൊക്കോ, അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളത് വിട്ടുപൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേര് ഈ ഒരു വലയിൽ വീണ് ഇതുപോലെ വിഷമം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇവര് എന്റെ പൂന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അവിടെ വെച്ച് പോലീസുകാർ എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അപ്പൊ നിങ്ങൾ ഈ മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും ഈ കോളേജ് സ്റ്റുഡൻസ് ഒക്കെ വഴിവിട്ടു പോകുന്ന ജീവിതങ്ങളിലേക്കൊക്കെ ചെന്നെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് അതിനെയൊക്കെ കുറിച്ച് സംസാരിച്ച് ഒരു മോട്ടിവേറ്റ് ചെയ്ത് അവരെ ആ രീതിയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയില്ലേ എന്ന് ആ സാറ് ചോദിക്കുമ്പോൾ ശരിക്കും ആ സാറിനോട് ഞാൻ പറയുകയാണ്, ഇതും ഒരു മോട്ടിവേഷൻ ആണ് സാറേ. അതായത് മദിരാശിയേക്കാൾ വളരെ അപകടം നിറഞ്ഞ ഒരു ഘട്ടത്തിൽ കൂടി പോകുന്ന ഒരുപാട് കുടുംബ ജീവിതങ്ങളെ ഞാനായിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് ഇവർ ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ പബ്ലിക്കിൽ ലൈവായിട്ട് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു പുള്ളിക്കാരന്റെ കുഞ്ഞാണ് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് പബ്ലിക്കിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വിഷയം ഞാൻ അറിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫ് അറിയാതെ അദ്ദേഹത്തിനെ ബ്രെയിൻ വാഷ് ചെയ്ത് അദ്ദേഹത്തിനെ പേഴ്സണലായിട്ട് ഇവർ നിരന്തരം കോണ്ടാക്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അയാൾ ആ പൈസ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ പൈസ ഇവർ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പബ്ലിക്കായിട്ട് വന്നിട്ട് ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു. ആ ഒരു ടൈമില് എന്നെ ഒരു ദമ്പതികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദമ്പതികളല്ല, ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കോൾ എന്ന് പറയുന്നത് ഈ ഒരു കോളാണ്. അതായത് ഇവരുടെ ഹസ്ബൻഡിനെയും ഈ സ്ത്രീ ഇതുപോലെ വിളിക്കാറുണ്ടായിരുന്നു. വിളിച്ച അയാൾ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ എന്തോ ഒരു ചാറ്റ് ആ സ്ത്രീ കണ്ടുപിടിക്കെ പിന്നെ അതിനെക്കുറിച്ച് എന്തോ സംസാരങ്ങൾ വരെയും ഈ സ്ത്രീ, അതായത് ഈ പെണ്ണും പിള്ള, ഈ അല്ലുടായിപ്പുമ്മ ആ സ്ത്രീയോട് പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവ് എന്നെ നിരന്തരം ശല്യം ചെയ്യുന്നു, എന്നെ ഇരിക്കാനും നിൽക്കാനും വിടുന്നില്ല. ഈ സെയിം കാര്യം തന്നെയാണ് എന്റെ സുഹൃത്തിനെ കുറിച്ച് ഇവരും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ വൈഫിനോട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഈ സ്ത്രീക്ക്, അതായത് അല്ലുടായിപ്പുമ്മയ്ക്കല്ല, ആ ക്യാഷ് വാങ്ങിച്ചു എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ വൈഫിന് ഇയാളോട് പിന്നെ നീരസം തോന്നുക, അവരുടെ ഫാമിലിയിൽ എന്തോ വിഷയമായി ഇവര് ഡിവോഴ്സ് നോട്ടീസ് കൊടുത്ത് ഇവരുടെ കേസ് കോടതിയിൽ നടക്കുമ്പോൾ, നടക്കുമ്പോഴാണ് ഞാൻ ഈ ലൈവ് ഇടുന്നത്. ഈ ലൈവ് ഇട്ട് കഴിഞ്ഞ് ഈ സ്ത്രീ എന്നെ വിളിക്കുകയാണ്, എന്റെ ഹസ്ബൻഡും ഇതുപോലെ ഇവരുടെ വലയിൽ വീണുപോയതായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇവർ ക്യാഷ് ഒരുപാട് തട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ ഒരുപാട് തെളിവുകൾ, ഈ അല്ലുടായിപ്പുമ്മ ഒരുപാട് തെളിവുകൾ അയാളുടെ പേരിൽ ഇവൾക്ക് കൊടുത്ത്, ഇവളെ വിളിക്കുന്നതും വീഡിയോ കോൾ വിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോളെ എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്നെ ചതിച്ചതാണ്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് അയാള് കാലിൽ വീണ് നിലവിളിച്ചിട്ടും ആ സ്ത്രീ അത് കേൾക്കാൻ തയ്യാറായില്ല. അവർ കോടതിയിൽ കേസ് കൊടുത്തു. അങ്ങനെ കേസ് നടക്കുമ്പോഴാണ് അവരെന്നെ വിളിക്കുന്നത്. നിങ്ങൾ ഇത് പറഞ്ഞപ്പോ ഈ സെയിം കാര്യം എന്റെ ഭർത്താവും എന്നോട് പറഞ്ഞതാണ്, എനിക്ക് അദ്ദേഹത്തെ പിരിയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, പക്ഷെ ഞാൻ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പിന്നെ അയാളിൽ നിന്ന് പിരിക്കരുത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ അവര് ഒന്നിച്ച് എന്നെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇവരുടെ വലയിൽ വീണിട്ടുണ്ട്. ഇതും ഒരു മോട്ടിവേഷനാണ്. അതായത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവരുടെ മക്കളെ കാണിച്ചുകൊണ്ട് മറ്റുള്ള ആണുങ്ങളെ ഇവരുടെ ട്രാപ്പിലേക്ക് വരുത്തുകയും, ഇത്തരം സ്ത്രീകൾ ഒരിക്കലും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നവരല്ല. ഈ അല്ലുടായിപ്പുമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ എത്ര ആണുങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തയ്യാറാകുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ചില ദിവസങ്ങളിൽ മാത്രം അവർ ജീവിച്ച് അതിൽ നിന്നൊരു കുട്ടിയെ ഉണ്ടാക്കി കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ച്, അയ്യോ യത്തീമാണ്, എന്റെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ സഹതാപം നേടുകയും, ഇതിൽ ആണുങ്ങൾ പെട്ടെന്ന് വീണുപോകും, സ്വാഭാവികമാണ്. ആണുങ്ങൾ വീണുപോകും. ഇവരെ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെ വിളിച്ച്, അയ്യോ എനിക്ക് ആശുപത്രി പോകാൻ പൈസ ഇല്ലേ, എനിക്ക് എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ പൈസ ഇല്ലേ, എന്റെ മക്കൾക്ക് ഉടുക്കാൻ ഒരു ഉടുതുണിയില്ലേ, എന്റെ മക്കളെ സ്കൂളിൽ ചേർക്കാൻ എനിക്ക് വകയില്ലേ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവര് ജീവിക്കുന്നത് അവരുടെ സ്വന്തം വീട്ടിൽ അവരുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ബന്ധുക്കളുടെയും ഇടയിലാണ്.
അവരുടെ മക്കൾ പഠിക്കുന്നത് വലിയ ഹൈ ലെവൽ സ്കൂളിലാണ്. അവരിപ്പോഴും പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ഗവൺമെന്റ് എന്തെല്ലാം ഫെസിലിറ്റി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചികിത്സാ സഹായം. ഈ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ അവർക്ക് വേണ്ടുന്ന ഫുഡ്, അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം, അവർക്ക് വേണ്ടുന്ന വസ്ത്രം, ഇതെല്ലാം ഗവൺമെന്റ് ഫ്രീ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ ഹൈ ലെവൽ സ്കൂളിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് അവിടെ ഇവർ വന്ന് നിരന്തരം പറയും, എന്റെ മക്കളെ പഠിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല, എന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ എനിക്കില്ല, ഉടുക്കാൻ കൊടുക്കാൻ എനിക്കില്ല, ഞാൻ ദരിദ്രയാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആക്ട് ആയിട്ടുള്ള, അത് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ നാട്ടില് അപ്പൊ പണ്ടുള്ള ഒരു ജീവിത സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ നമ്മളെ മഹല്ലുകളിലാണെങ്കിലും എനിക്ക് വാടകയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് തന്നെ ഇവർക്ക് സ്ഥലം അനുവദിക്കുകയും ഇവർക്ക് വീട് വെച്ച് ഇവരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യും. അതുപോലെ കുട്ടികൾക്ക് മരുന്ന് എന്തെങ്കിലും ഒരു അസുഖമോ മറ്റോ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ നമുക്ക് എഴുതി കൊടുത്താൽ അവിടെ നിന്ന് നമുക്ക് മരുന്ന് ലഭിക്കും, അല്ലെങ്കിൽ മരുന്ന് ലഭിക്കുന്നതിനുള്ള സംവിധാനം മഹല്ലുകാർ ഒരുക്കി തരും. അതുപോലെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ളത്, അതുപോലെ പെൺകുട്ടികളുടെ കല്യാണം, ഇതിനൊക്കെ നമ്മുടെ മഹല്ലും നമ്മുടെ നാടും വീടും എല്ലാം സഹായിക്കുന്ന ഒരു കാലഘട്ടമാണ്. സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ഇവരെ അവർ സഹായിക്കുന്നില്ല എങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? അപ്പൊ ഈ കുറെ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്കാരുടെയും പച്ചയിറച്ചി തിന്ന് എന്റെ മക്കളെ വളർത്തേണ്ടുന്ന കാര്യമില്ല. ഇപ്പോഴും ഈ ഒരു സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ മക്കളെ വളർത്താനാണ് ഞാൻ ഈ പച്ചയിറച്ചി തിന്നുന്നത്. അവര് കാണാതെ പറയുകയോ കേൾക്കാതെ ഞാൻ നിങ്ങളോട് പറയുകയോ ചെയ്യുമ്പോഴാണ് അത് പച്ചയിറച്ചി തിന്നലാവുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും അവരാ ചെയ്യുന്ന കാര്യം അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നമ്മളത് തെറ്റ് ചെയ്യുന്ന എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ തെറ്റ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയുന്നത് എന്ത് നിലപാടാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിങ്ങൾ സ്വയം വിലയിരുത്ത്. ഇതൊരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. കാരണം ലോകത്ത് ഗർഭിണികളാകാത്ത സ്ത്രീകളില്ല. ഗർഭാവസ്ഥയിൽ പോലും പണിയെടുക്കുന്ന എത്ര സ്ത്രീകളുണ്ട്. ഞാൻ എനിക്ക് തൈറോയിഡ് ഹൈ ലെവലായിരുന്നു. എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും പറ്റൂലായിരുന്നു. അപ്പോഴും ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി രാവും പകലും ഇരുന്ന് തച്ച് ഞാൻ അതിനുള്ള പൈസ റെഡിയാക്കി. എന്നിട്ട് എന്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട്, എന്റെ ഹസ്ബൻഡിന്റെ സഹോദരൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്യണോ എന്ന് പറഞ്ഞപ്പോ ഞാൻ എടുത്ത് കാണിച്ചു. ഞാൻ ഈ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാഷ് അങ്ങനെ തന്നെ ഞാൻ എടുത്ത് ആ പുള്ളിക്കാരന് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാഷ്, ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു കുടുംബത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ഒരു വേദനകളും ഒരു വിഷമതകളും പടച്ച റബ്ബ് നമുക്ക് തരില്ല. ഞാനത് സഹിക്കാനായിട്ട് തയ്യാറാവും എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ആ വേദനകൾ തരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരാളുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിക്കും, 2 തെറ്റ് സംഭവിക്കും. നിരന്തരം തെറ്റ് മാത്രം ഒരേ രീതിയിലുള്ള തെറ്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പടച്ച റബ്ബ് തരുന്നതല്ല. അത് നമ്മളുടെ കഴപ്പ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അതെന്തിനാണ് നാട്ടുകാർ ഏറ്റെടുക്കേണ്ടത്? അത് നാട്ടുകാർ ഏറ്റെടുക്കും തോറും ഇവർ വീണ്ടും വീണ്ടും ഇത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും. അവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊരുപാട് പേരുടെ കുടുംബ ജീവിതങ്ങൾ തകരാൻ ഇതൊരു കാരണമായി മാറുകയാണ് ചെയ്യുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുള്ള നമ്മുടെ നാട്ടില് ഇത്തരത്തിൽ ഭിക്ഷ തണ്ടി മക്കളെ കാണിച്ച് ഭിക്ഷ തണ്ടുന്ന സ്ത്രീകളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കൂ. വലിയ ക്രിമിനലുകളെ നിങ്ങൾ വളർത്താതിരിക്കൂ. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട്
ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ എവിടെയോ പറഞ്ഞ് എവിടെയോ നിർത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് എന്റെ മനസ്സാണ്, എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോയി നിന്നു കൊടുക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല.